റാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ മുമ്പ് നമ്മൾ ക്ലാസ്സിൽ പറയുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് സംഭവിക്കാത്ത സംഭവമൊന്നുമല്ല. നമ്മൾ നോർമലി സ്റ്റുഡൻസ് എപ്പോഴും ചിന്തിക്കാറുള്ളത് പാസ്സായ മതി സാർ, പാസ്സായാൽ മതി. അപ്പോൾ നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഹരി സാർ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് CA അതായത് ചാർട്ടേഡ് അക്കൗണ്ടൻസി കോഴ്സിലോട്ട് +2 എൻ്റെ സ്റ്റുഡൻറ്റ് എൻറോൾ ചെയ്യുമ്പോൾ കുറച്ച് നോർമലായിട്ട് കുറച്ച് ഡൗട്ടുകൾ കാര്യങ്ങളുണ്ടാവും. അതെന്തൊക്കെയാണെന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ബേസിക്കലി എല്ലാവർക്കും അറിയാം കൊമേഴ്സിലെ നമ്പർ 1 കോഴ്സ് CA ആണ്, ടോപ്പായി നിൽക്കുന്ന കോഴ്സ്. ഇപ്പോൾ ഇന്ത്യൻ കോഴ്സ് പെട്ടതാണ്. ഇപ്പോൾ CA, CMA, CS ഉണ്ട്. അതിൽ എല്ലാവർക്കും അറിയാം ഏറ്റവും കൂടുതൽ ടഫ് വരുന്നതും ഏറ്റവും കൂടുതൽ വാല്യൂ വരുന്നതും ഡ്യൂറേഷൻ വരുന്നതും എല്ലാം CA ആണ്. അപ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് അതിൻ്റെ ഒരു സ്ട്രക്ചർ തന്നെ പറയാം. നമ്മൾ +2 കഴിഞ്ഞ് കുട്ടി വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി മസ്റ്റായിട്ടും ഒരു ഫൗണ്ടേഷൻ എൻട്രൻസ് എക്സാം, CA ഫൗണ്ടേഷൻ. അത് കമ്പാരിറ്റീവ്ലി കുറച്ച് ഡിഫിക്കൽട്ടാണെന്ന് തന്നെ പറയാം മറ്റു പ്രൊഫഷണൽ കോഴ്സ് കമ്പയർ ചെയ്യുമ്പോൾ. എന്നാൽ ഒരു നല്ലൊരു സ്ട്രക്ചർഡ് ആയിട്ടുള്ള പഠിത്തത്തിലൂടെ കുട്ടികൾ പാസ്സാവുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അവിടെ നമുക്കിപ്പോൾ 4 പേപ്പേഴ്സ്, മറ്റു CMAയിൽ പറഞ്ഞ പോലെ തന്നെ മറ്റു കോഴ്സ് പറയുന്നത് 4 പേപ്പേഴ്സ്. ഒന്ന് അക്കൗണ്ടിങ്, പിന്നെ ലോ വരുന്നുണ്ട്, പിന്നെ മാത്സ് ആൻഡ് സ്റ്റാറ്റി വരുന്നുണ്ട്, പിന്നെ ഈ പറയുന്ന എക്കണോമിക്സ് വരുന്നുണ്ട്. അപ്പോൾ ഈ 4 പേപ്പേഴ്സ് അവർക്ക് പഠിക്കാനുള്ളൂ. അപ്പോൾ ഇതിലിപ്പോൾ ഒരു സയൻസ് സ്റ്റുഡൻ്റ് ആണ് ഇതിലോട്ട് വരുന്നതെങ്കിൽ ഒരു അഡ്വാൻറ്റേജ് ഞാൻ കാണുന്നത് മാത്സ് അറിയാവുന്നത്. അതായത് മാത്സിൻ്റെ ഇവിടെ ഒരു +1 +2 പഠിച്ച പെർമ്യൂട്ടേഷൻ, കോമ്പിനേഷൻ, ഇന്റഗ്രേഷൻ, ഡിഫറൻസിയേഷൻ, സെയിം ടോപ്പിക് അവർക്ക് അത് ഈസി ആയിരിക്കും. സ്റ്റാറ്റിക് വരുന്നുണ്ട്, പ്രോബബിലിറ്റിക് വരുന്നുണ്ട്. എന്നാൽ കൊമേഴ്സുകാർക്ക് വരുമ്പോൾ ആ പേപ്പർ കൊമേഴ്സ് മാത്സ് ആണെങ്കിൽ ഗുഡ് അഡ്വാൻറ്റേജ്. സാധാ കൊമേഴ്സുകാർക്ക് വരുമ്പോൾ ആ മാത്സ് പേപ്പർ ചെറിയ ഡിഫിക്കൽട്ടി ഉണ്ടാവും. പക്ഷേ എനിക്ക് തോന്നുന്നു കുട്ടികൾ അതൊന്നും ഒരു പ്രശ്നമാണ്. കാരണം ഒരു 6 മന്തിൻ്റെ ക്ലാസ് കിട്ടുമ്പോൾ അവരെ മാത്സ് പഠിച്ചെടുക്കും. പിന്നെ അക്കൗണ്ടൻസി ഈ പറയുന്ന പോലെ കൊമേഴ്സുകാർക്ക് അഡ്വാൻറ്റേജ് എപ്പോഴും അക്കൗണ്ട്സും ഉണ്ടാവും, എക്കണോമിക്സ് പറയുന്നുണ്ടാവും. സയൻസുകാർക്കും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അക്കൗണ്ടൻസ് നല്ലൊരു ബേസ് ക്ലാസ് ഒക്കെ കിട്ടി. നമ്മൾ ബേസ് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവും. അവർക്ക് അത് ഈസി ആയിട്ട് കവർ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ഏത് സ്ട്രീമിൽ നിന്നായാലും, ഈവൻ ഹ്യൂമാനിറ്റീസ് ആയാലും പോലും അവർ എക്കണോമിക്സ് ആയാലും ഉള്ളതുകൊണ്ട് അവർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഈസി ചെയ്യാൻ പറ്റും. അതും ഒരു പേപ്പർ അവർക്കുണ്ട്. നന്നായി ഹാർഡ് വർക്ക് ചെയ്ത ഏത് സ്ട്രീം ആയാലും എനിക്ക് തോന്നുന്നു ഒരു സാറ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ കമ്പയർ ടു CMA അല്ലെങ്കിൽ ഒരു CS, ACC വെച്ച് നോക്കുമ്പോൾ CAൻ്റെ ഫൗണ്ടേഷൻ എൻട്രി തന്നെ അവർ ഒന്ന് ടൈറ്റ് ആക്കിയിട്ടുണ്ട്. ഡിഫിക്കൽട്ട് ആണ്. കാരണം എനിക്ക് തോന്നുന്നു ഓൾ ഇന്ത്യ ലെവൽ ഒരു 25-30% ഒക്കെയാണ് മാക്സിമം ഒരു ആവറേജ് ആയിട്ട് നമ്മൾ കാണാറുള്ളത്. അതായത് ഒരു തോൽവി അവർ ചിലപ്പോൾ ചില കുട്ടികൾ അവിടെ അറിയും. ഫൗണ്ടേഷൻ തന്നെ എന്ത് ചെയ്യാൻ പറ്റുന്ന എക്സ്പീരിയൻസ് ചെയ്യാറുണ്ട്. പക്ഷെ എന്നിരുന്നാലും നമുക്കിപ്പോൾ ലാസ്റ്റ് ഒരു 2 അറ്റംപ്റ്റ് നോക്കുകയാണെങ്കിൽ തന്നെ നമുക്കിവിടെ 2ലും നമുക്കൊരു ഓൾ ഇന്ത്യ ലെവൽ ടോപ്പർ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, CA ഫൗണ്ടേഷൻ തന്നെ വന്നിട്ടുണ്ട്. കാരണം ഇപ്രാവശ്യം CA ഫൗണ്ടേഷൻ ഓൾ ഇന്ത്യ 19th ആയിരുന്നു നിയ ഫിറോസിന് വന്നിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ വർഷം ഷസക്കായിരുന്നു ഓൾ കേരള ഫസ്റ്റ് ടോപ്പ് മാർക്ക് വന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഡിഫിക്കൽട്ട് എക്സാം ആയിട്ട് പോലും എനിക്ക് തോന്നുന്നു നമ്മുടെ കുട്ടികൾ ടോപ്പായിട്ട് നമ്മൾ വരുന്നുണ്ട്. റാങ്കിലും വന്നിട്ടുണ്ട്. ഫൗണ്ടേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇന്റർമീഡിയറ്റിലോട്ട് വരുമ്പോൾ അവിടെ CMAയോട്ട് കമ്പയർ ചെയ്യുമ്പോൾ പേപ്പേഴ്സിന്റെ എണ്ണം കുറവാണ്, പക്ഷേ വോളിയം കുറവില്ല. സെയിം ആണ്, 2 ഗ്രൂപ്പ് തന്നെ ഉള്ളൂ. പറയുമ്പോൾ 2 ഗ്രൂപ്പ് തന്നെ ഉള്ളൂ. പക്ഷെ എന്താണ് 2 ഗ്രൂപ്പിലും ഓരോന്നിലും എന്തുണ്ട്, അവിടെ 4 പേപ്പേഴ്സ് ആണെങ്കിൽ CMA 4 പേപ്പേഴ്സ് ആണെങ്കിൽ CMA മെയിൻ ആയിട്ട് 3 എക്സാംസ് വരുന്നു. 3 എക്സാംസ് 3 പേപ്പേഴ്സ് ഉള്ളു. ഗ്രൂപ്പ് 2 3 പേപ്പേഴ്സ് ഉള്ളു. പക്ഷെ അത്യാവശ്യം വോളിയം ഉണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു ഒന്നുകൂടെ കുറച്ചുകൂടെ ക്ലാസ് ഹവേഴ്സ് ഒക്കെ പരിശോധിച്ചാലും ഫുൾ ക്ലാസ് ഹവേഴ്സ് അവർക്ക് ഉണ്ടാവും. അതായത് പറയുമ്പോൾ നമ്മൾ പറയും CMAക്ക് 8 സബ്ജക്ട് ഉണ്ട്, CAക്ക് 6 ഉള്ളൂ. പക്ഷേ ഈ 6 സബ്ജക്ട് ശരിക്കും 8 സബ്ജക്റ്റിനൊക്കെ ഹോളി ക്ലാസ് വരുന്നുണ്ട്. അപ്പോൾ അവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് 3 പേപ്പർ സാർ പറഞ്ഞ പോലെ 300 മാർക്കിലാണ് വരിക. 300 150 മാർക്ക് എന്ത് ചെയ്യണം, പാസ് മാർക്ക്. ഒരു ഗ്രൂപ്പ് പാസ്സാണെങ്കിൽ 50% വരണം. പിന്നെ ഓരോ ഇൻഡിവിജ്വൽ എന്ത് വരണം, 40 മാർക്ക് അവിടെ എന്ത് ചെയ്യണം, പറഞ്ഞ പോലെ തന്നെ ഇൻഡിവിജ്വൽ ആയിട്ട് എന്ത് ചെയ്യണം, 40 മാർക്ക് അവിടെ വരണം. അടുത്തൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, അധികം നമ്മൾ പ്രിഫർ ചെയ്തത് ബോത്ത് ഗ്രൂപ്പ്സ് എഴുതാൻ തന്നെയാണ്. ബോത്ത് ഗ്രൂപ്പ്, കാരണം ഈ ബോത്ത് ഗ്രൂപ്പ് 6 സബ്ജക്ട് പാസ്സായാലും മാത്രമേ ഉള്ളൂ കുട്ടികൾക്ക് ആർട്ടിക്കിൾഷിപ്പ്. ഓപ്ഷൻ ഉണ്ടായിരുന്നു, ഇപ്പൊ അതില്ല. അതിന് മുമ്പ് ഒരു ഗ്രൂപ്പ് കഴിഞ്ഞാൽ ആർട്ടിക്കിൾഷിപ്പിന് പോവായിരുന്നു. ഇപ്പൊ അങ്ങനെയല്ല, ഒരു CAൻ്റെ കീഴിൽ തന്നെ എന്ത് ചെയ്യണം, നമ്മൾ ആർട്ടിക്കിൾഷിപ്പ് ചെയ്യേണ്ടത് 6 പേപ്പർ, അതായത് 2 ഗ്രൂപ്പും കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ. ബോത്ത് ഗ്രൂപ്പ്സ് കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അതൊക്കെ എൻറോൾ ചെയ്യാൻ പറ്റുള്ളൂ. മുമ്പ് 3 വർഷമായിരുന്നു ആർട്ടിക്കിൾഷിപ്പ്. ഇപ്പോൾ ആർട്ടിക്കിൾഷിപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് എവിടെ ആർട്ടിക്കിൾഷിപ്പ് ചെയ്യാൻ പറ്റും, ഒരു CAൻ്റെ കീഴിലാണ് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ടാവുക, മെയിനായിട്ട് പറ്റുന്നുണ്ടാവുക. പല ഫേം, ഇപ്പോൾ മിഡിൽ സൈസ് ഫേം അല്ലെങ്കിൽ Big 4 ലെവലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ സ്റ്റുഡൻസ് അവിടെ ഇന്റേൺഷിപ്പ് അല്ലെങ്കിൽ ആർട്ടിക്കിൾഷിപ്പ് എന്ത് ചെയ്യുന്നുണ്ട്. 2 വർഷമാണ് ഡ്യൂറേഷൻ വരുന്നത്. മുമ്പ് 3 വർഷമായിരുന്നു. ആർട്ടിക്കിൾഷിപ്പിന്റെ 2 years ചേഞ്ച് പറഞ്ഞ പോലെ തന്നെ റീസെന്റ് ഒരുപാട് ചേഞ്ചസ് ഉണ്ടായിരുന്നു. എക്സാംസിന്റെ അല്ലേ, ഇയർലി 3 തവണ എക്സാം ഭയങ്കര അഡ്വാൻറ്റേജ്. കാരണം മുമ്പൊക്കെ ഒരു സ്റ്റുഡന്റ് ഫെയിൽ ആവുകയാണെങ്കിൽ 6 മാസം വെയിറ്റ് ചെയ്യേണ്ടിയിരുന്നു. അപ്പൊ അങ്ങനെയല്ല, ഒരു 4 മാസം കൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്. 4 മാസമല്ല, റിസൾട്ട് വരുമ്പോൾ പിന്നെ 2 മാസമൊക്കെ ഉണ്ടാവും. അത് ഇയർലി 3 എക്സാംസ് എന്ത് ചെയ്യുന്നുണ്ട്. CAൻ്റെ ഫൗണ്ടേഷൻ ആണെങ്കിലും ഇന്റർ ആണെങ്കിലും ഫൈനലാണെങ്കിലും നടക്കുന്നുണ്ട്. നമ്മൾ CMAയിൽ ജോബ് ഓപ്പർച്യൂണിറ്റി പറഞ്ഞ പോലെ എന്താണ് CAയുടെ ഒരു അപ്പർ ഹാൻഡ് അല്ലെങ്കിൽ ജോബ് ഓപ്പർച്യൂണിറ്റികൾ എന്തൊക്കെയാണ്? CA എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ CAൻ്റെ മെയിൻ സാധനം
ഓഡിറ്റർ. അതായത് സൈനിങ്ങിന് ലക്ഷങ്ങൾ പൈസ നമ്മളിങ്ങനെ ആഡും കാര്യങ്ങളും കാണാറുണ്ട്. അത് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് ഗവൺമെൻറ് പറയുന്നുണ്ട് നമ്മുടെ നാട്ടിലെ എല്ലാ കമ്പനികളിലും ഓഡിറ്റ് നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, ഓഡിറ്റ് ചെയ്യണം. ആ ഓഡിറ്റർ സൈൻ ചെയ്യുന്ന ആളെ CAക്ക് മാത്രമേ എന്തെങ്കിലും എന്തുള്ളൂ, അതിൻ്റെ ഓതറൈസേഷൻ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് CAക്ക് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് പറഞ്ഞാൽ പ്രാക്ടീസ്. കാരണം പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് COP എടുത്തതിന് ശേഷമാണ് ആ ഓഡിറ്റ് എന്നുള്ള വരിക. പിന്നെ എല്ലാവർക്കും ചിലപ്പോൾ ഒരു പ്രാക്ടീസ് ചെയ്യാൻ താല്പര്യം ഉണ്ടാവില്ല, അവരെന്ത് ചെയ്യുന്നുണ്ടാവും, എംപ്ലോയ്മെൻറ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ എംപ്ലോയ്മെൻറ്റ് ആകുമ്പോൾ ഇൻറ്റേർണൽ ഓഡിറ്ററായിട്ട് വർക്ക് ചെയ്യാം വലിയ വലിയ കമ്പനികളിലൊക്കെ. അതുപോലെ തന്നെ നമ്മുടെ നേരത്തെ CMA പറഞ്ഞ പോലെ തന്നെ ഇവിടെയും ക്യാമ്പസ് പ്ലേസ്മെൻ്റ് ഉണ്ട്. ബിഗ് 4-ലാണെങ്കിലും അല്ലാത്ത ഇപ്പോൾ പബ്ലിക് സെക്ടർ കമ്പനി, ഇന്ത്യൻ ഓയിലാണെങ്കിലും അല്ലെങ്കിൽ അതർ ഏത് ഗവൺമെൻറ് സപ്പോർട്ട് സെക്ടറിലാണെങ്കിലും ഫിനാൻസ് അല്ലെങ്കിൽ ഫൈനാൻസിലൊരു എൻഡ് ആൾ നിൽക്കുന്നുണ്ടാവുക CNA ആയിരിക്കും. ഓക്കെ, നേരത്തെ നമ്മൾ പറഞ്ഞ ഫാക്കൽറ്റിയും അല്ലേ? ഫാക്കൽറ്റി ആയിട്ടുണ്ട്. ഇപ്പോൾ CA കംപ്ലീറ്റ് ആളുകൾ ഫാക്കൽറ്റി ആയിട്ട് വർക്ക് ചെയ്യാറുണ്ട്. ഫൗണ്ടേഷൻ മുതൽ തന്നെ ഫാക്കൽറ്റി ആയി നിൽക്കാറുണ്ട്. പിന്നെ CAൻ്റെ ഏറ്റവും ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഇന്റർ കഴിഞ്ഞ് 2 വർഷം ആർട്ടിഫിഷ്യൽ കഴിയുമ്പോൾ തന്നെ ദേ ആർ ഏബിൾ ടു ഡു ദ ഓഡിറ്റ്. കാരണം അവർക്ക് 2 വർഷം കൊണ്ട് തന്നെ മാക്സിമം എല്ലാ ലെവലും വർക്കുകളും പ്രാക്ടിക്കലി അവർ എന്ത് ചെയ്യുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. അപ്പോൾ അവർ ഓഡിറ്റ് ചെയ്യാനൊക്കെ അവരെന്തായിട്ടുണ്ടാവും, ആ ഒരു കേപ്പബിൾ വന്നിട്ടുണ്ടാവും. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ബാങ്കുകളിൽ ഇപ്പോൾ ബാങ്ക് ഓഡിറ്റ് ചെയ്യാനും ഇന്ത്യയിൽ അധികാരമുള്ളത് CAക്ക് തന്നെയാണ്. ബാങ്ക്, ഇൻഷുറൻസ് കമ്പനി, അങ്ങനത്തെ എല്ലാ മേഖലകളിലും ഈ ചാരിറ്റബിൾ ട്രസ്റ്റ് ആണെങ്കിലും ട്രസ്റ്റുകളിലാണെങ്കിലും ഒരു കമ്പനീൻ്റെ കണക്ക് കാര്യങ്ങൾ ചെക്ക് ചെയ്യുക എന്നുള്ള സംഭവമാണ് മെയിനായിട്ട് CAൻ്റെ ഒരു മെയിൻ റോള് വരുന്നത്. അപ്പം 3 ഏരിയ: എംപ്ലോയബിലിറ്റി, അല്ലെങ്കിൽ പ്രാക്ടീസിങ്, അതുപോലെ തന്നെ ഫാക്കൽറ്റി ആയിട്ട് നിൽക്കണം. ഇതെല്ലാം ബേസിക്കലി പറഞ്ഞത് ഇന്ത്യൻ കാര്യങ്ങളാണ് പറഞ്ഞത്, ഇന്ത്യൻ നമ്മുടെ നാട്ടിലെ പറഞ്ഞത്. നമ്മുടെ നാട്ടിൽ തന്നെ ഇപ്പോൾ ഗവൺമെൻറ് എന്ത് ചെയ്യാറുണ്ട്, PSC എഴുതിയിട്ട് തന്നെ ചില ഫാക്ടേഴ്സൊക്കെ എന്ത് ചെയ്യുക, ചില മേഖലകൾക്ക് സ്റ്റുഡൻസ് പ്ലേസ് ആവാറുണ്ട്. ഓക്കെ, ഇന്ത്യയിൽ മാത്രമല്ല, ഇപ്പോൾ പുറത്ത് GCC ആണെങ്കിലും അവിടെയും തന്നെ നമ്മുടെ ഇന്ത്യൻ കോഴ്സുകൾക്ക് ഡിമാൻഡ് തന്നെയാണുള്ളത്. അവിടെയും തന്നെ ഒരു ഫൈനാൻഷ്യൽ ഒരു അനലിസ്റ്റൊക്കെ ആയിട്ട് എന്ത് ചെയ്യാറുണ്ട്, സ്റ്റുഡൻസ് വർക്ക് ചെയ്യാറുണ്ട്. നമ്മളിപ്പോൾ ജോബ് ഓപ്പർച്യൂണിറ്റീസ് പറഞ്ഞു. ഇനിയിപ്പോൾ അടുത്തൊരു കൺസേൺ, എത്ര സമയം എടുക്കും നമുക്ക് CA കംപ്ലീറ്റ് ചെയ്യാൻ? ഇപ്പോൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് കുട്ടികൾ. CAൻ്റെ കേസിൽ ശരിക്ക് CA ആണെങ്കിലും CMA ആണെങ്കിലും പെർട്ടിക്കുലറായിട്ട് ഇപ്പോൾ ഒരു 3 വർഷം അല്ലെങ്കിൽ 4 വർഷം ഒന്നും പറയാൻ പറ്റില്ല. ഇത് സ്റ്റുഡൻസിന് വേണമെങ്കിൽ എന്ത് ചെയ്യാം, പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാം. പക്ഷെ ഓൺ ആവറേജ് ഒരു 4 വർഷം CAക്ക് എന്ത് വേണ്ടി വരും. കാരണം 2 വർഷം ആർട്ടിക്കൽഷിപ്പ് ട്രെയിനിങ് വരുന്നതുകൊണ്ട് തന്നെ CA കംപ്ലീറ്റ് ചെയ്യ ഒരു 4 വർഷം ആവറേജ്, മിനിമം 4 വർഷം, 4 വർഷമൊക്കെ സ്റ്റുഡൻസ് എടുക്കാറുണ്ട്. അതിപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ CA ഫൗണ്ടേഷൻ കഴിഞ്ഞ് +2 കുട്ടികൾക്ക് CA ഫൗണ്ടേഷൻ ഇനി എഴുതാൻ പറ്റുന്നുണ്ടാവും. ജനുവരി എഴുതാം. ജനുവരി എഴുതി കഴിഞ്ഞാൽ ഈ ജനുവരിയിൽ ഫൗണ്ടേഷൻ പാസ്സായി കഴിഞ്ഞാൽ നെക്സ്റ്റ് ജനുവരി ആയിരിക്കും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ടാവുക, ഇന്റർ എഴുതാൻ പറ്റുന്നുണ്ടാവുക. പിന്നെ 2 വർഷം ആർട്ടിക്കിൾഷിപ്പ് കഴിഞ്ഞ ശേഷമാണ് ഫൈനൽ എഴുതുന്നുണ്ടാവുക. അപ്പോൾ ഓൺ ആവറേജ് ഇതിൽ തന്നെ നമുക്ക് പറയാനുള്ളത്, ഈ ഇന്റർ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികൾ ആർട്ടിഫിഷ്യൽ കയറുന്നതിന് മുമ്പായിട്ട് കുട്ടികൾ എന്ത് ചെയ്യണം, ട്രെയിനിങ്, ITT ട്രെയിനിങ് എന്ന് പറയും. അതുപോലെ ഓറിയന്റേഷൻ എല്ലാം, സ്കിൽ ട്രെയിനിങ്, സോഫ്റ്റ് സ്കിൽ എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടാണ് കുട്ടികൾക്ക് എന്ത് ചെയ്യാൻ പറ്റുക, ട്രെയിനിങ് കയറാൻ പറ്റുന്നുണ്ടാവുക. അത് ഫൈനലിന് ശേഷം എന്ത് ചെയ്യുന്നുണ്ട്, അങ്ങനത്തെ ഒരുപാട് പ്രോഗ്രാംസ് CA എന്ത് ചെയ്യുന്നുണ്ട്, ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഫൈനൽ നമ്മൾ നേരത്തെ ഇന്റർ പറഞ്ഞ പോലെ തന്നെ 2 ഗ്രൂപ്പ്. ഫൈനൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇന്റർ 2 ഗ്രൂപ്പ് തന്നെ വരുന്നത്. ഓരോന്നിലും എന്താണ്, 3 പേപ്പേഴ്സ് ആണ്. ഓക്കെ, അത് മുമ്പ് 4 പേപ്പേഴ്സ് ആയിരുന്നു, ഇപ്പോൾ 3 പേപ്പേഴ്സ് ആക്കിയതാണ്. പക്ഷെ അതിൽ ഒരു പേപ്പർ കുട്ടികൾ എന്ത് ചെയ്യണം, ഈ ആർട്ടിക്കിൾഷിപ്പ് സമയത്ത് മുമ്പായിട്ട് എന്ത് ചെയ്യണം, ഓൺലൈനായിട്ട് കുട്ടികൾ എന്ത് ചെയ്യണം, കംപ്ലീറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഓക്കെ, പക്ഷെ മെയിൻ എക്സാമിലേക്ക് നമ്മൾ നോക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ടാവുക, ഈ 3 പേപ്പേഴ്സാണ് ഒരു ഗ്രൂപ്പിലായിട്ടാണ് എന്ത് ചെയ്യുന്നുണ്ടാവുക, ഫൈനലിൽ വരുന്നുണ്ടാവുക. ടോട്ടൽ 6 പേപ്പേഴ്സാണ് CA ഫൈനലിൽ വരുന്നുണ്ടാവുക. സാർ, നമ്മുടെ എനിക്കൊന്ന് റിസൾട്ട് CA ഉണ്ട്. എനിക്കൊന്ന് കേരളത്തിൽ ഇതുവരെ ലഭിക്കാത്തൊരു റിസൾട്ടാണ്, അതും ഓൾ ഇന്ത്യ 2nd റാങ്ക്. അപ്പോൾ എങ്ങനെയാണ് സാർ അത് നമ്മുടെ CAയുടെ റിസൾട്ടും നമ്മുടെ റാങ്കും സാർ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? CAയിൽ റാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, എപ്പോഴും CAൻ്റെ റാങ്ക് ലിസ്റ്റ് വരുന്ന സമയത്ത് കേരളത്തിൽ ഉണ്ടാവാറില്ല ടോപ്പ് 3. നോർമലി ട്രെൻഡ് നോക്കുകയാണെങ്കിൽ ചെന്നൈ, ആ പേരുകളൊന്നും കാണാറില്ല. എപ്പോഴും ചെന്നൈ അല്ലെങ്കിൽ വേണ്ട ആന്ധ്ര അല്ലെങ്കിൽ നോർത്തേൺ പാർട്ടായിരിക്കും. പക്ഷെ ഇപ്രാവശ്യം നമ്മൾ അതിൽ പെരിന്തൽമണ്ണ എന്ന് കാണുമ്പോൾ, സെക്കൻഡ് കാണുമ്പോൾ വളരെ ഒരു ശരിക്കും ഒരു രോമാഞ്ചമായിരുന്നു. ആൻഡ് മോർ ഓവർ കേരളത്തിൽ ആദ്യമായിട്ടാണ് CA ഇന്ററിൽ ഒരു 2nd റാങ്ക് നമ്മുടെ കേരളത്തിൽ നിന്ന്. ഇത് സാധിക്കില്ല എന്ന് ചിന്തിക്കുന്ന ഒരു കുട്ടികൾക്കുള്ള ഒരു ബിഗ് മെസ്സേജ്, ശരിക്കും ഒരു മോട്ടിവേഷനാണ്. കാരണം എനിക്കൊന്നു മുമ്പൊക്കെ നമ്മുടെ ക്ലാസ്സിൽ കയറിയിട്ട് റാങ്ക് എന്ന് പറയുമ്പോൾ പിള്ളേര് CAക്ക് റാങ്ക് കിട്ടൂലല്ലോ, കേരളത്തിൽ ഉണ്ടാവില്ലല്ലോ. പക്ഷെ അതൊന്ന് മാറിയിട്ട് ഒന്നുകൂടെ എന്തായിട്ടുണ്ട്, ഒരു മോട്ടിവേഷൻ ആയിട്ടുണ്ട്. കാരണം CA ഫൗണ്ടേഷൻ നമുക്ക് എന്ത് വന്നിട്ടുണ്ട്, ഓൾ ഇന്ത്യ 19th റാങ്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഇനി വരുന്ന സ്റ്റുഡൻസിനൊക്കെ ഒരു പുതിയൊരു ബെഞ്ച് മാർക്കാണ് ആൻഡ് പുതിയൊരു മോട്ടിവേഷനാണ്. ഈ റാങ്കുകൾ കണ്ടപ്പോൾ ടഫ് എന്ന് നമ്മൾ ഓപ്പൺ ആയിട്ട് പറയേണ്ട ആവശ്യമില്ല. പക്ഷേ CMAയോട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു ഡിഫിക്കൽട്ടി ഉണ്ട് എന്ന് പറയാം. ടഫാണ്, പക്ഷെ നമുക്ക് പറ്റാത്തതായിട്ട് ഒന്നുമില്ല. കാരണം ഇപ്പോൾ നമ്മൾ റാങ്ക് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ പെരുന്തൽമണ്ണ അങ്ങാടിപ്പുറത്തെ സ്റ്റുഡൻറ്റിനാണ് റാങ്ക് കിട്ടിയിട്ടുള്ളത്. ഇതുപോലെ CA ഫൗണ്ടേഷൻ നോക്കുകയാണെങ്കിൽ മണ്ണാർക്കാട്, ചെറുപ്പശ്ശേരി ഭാഗത്തുള്ള കുട്ടികൾ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇറ്റ്സ് നോട്ട് ലൈക്ക് റാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ മുമ്പ് നമ്മൾ ക്ലാസ്സിൽ പറയുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് സംഭവിക്കാത്ത സംഭവമൊന്നുമല്ല.
നമ്മൾ നോർമലി സ്റ്റുഡൻസ് എപ്പോഴും ചിന്തിക്കാറുള്ളത് പാസ്സായ മതി സാർ, പാസ്സായാൽ മതി. അപ്പോൾ നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? സുഖമായിട്ട് CA എന്താകാൻ പറ്റും? പാസ്സാകാൻ പറ്റും. അപ്പോൾ പ്രൊഫിൻസിനെ കുറിച്ച് പറയാനാണെങ്കിൽ നമ്മളിവിടെ ഓരോ ബാച്ചിൽ ലിമിറ്റഡ് സ്റ്റുഡൻസിനെ നമ്മൾ എടുക്കാറുള്ളത് CAയിൽ. പിന്നെ ഏറ്റവും ബെസ്റ്റ് ഇതിൻ്റെ ഫാക്കൽറ്റീസ് ആണ്. പിന്നെ നമ്മൾ ഇവിടുന്ന് ക്വാളിഫൈഡ് മെൻറ്റേഴ്സ് ഉണ്ടാവും. എക്സാംസ് കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നല്ല റിസൾട്ട് അതുപോലെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും? റാങ്കിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അച്ചീവ് ചെയ്യാൻ പറ്റും.